بسم الله الرحمن الرحيم. ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات لقوم يعقلون بل اتبع الذين ظلموا أهواءهم بغير علم فمن يهدي من أضل الله وما لهم من ناصرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1381 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 28-29 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات لقوم يعقلون بل اتبع الذين ظلموا أهواءهم بغير علم فمن يهدي من أضل الله وما لهم من ناصرين صدق الله العلي العظيم. സൂറത്തുർ റൂമിൽ 28-29 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആ ഭാഗം ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുകയാണ്. സൂറത്തുർ റൂമിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ മധ്യഭാഗത്ത് അല്ലാഹു രണ്ട് കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് പരാമർശിക്കുന്നത്. ഒന്ന് അല്ലാഹുവിന്റെ ഏകത്വവും പരമാധികാരവും, രണ്ടാമത്തത് പാരത്രിക ജീവിതത്തിന്റെ അനിവാര്യതയും. ഈ രണ്ട് കാര്യങ്ങൾ, തൗഹീദും ആഖിറത്തും, ഈ രണ്ട് വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പരാമർശിച്ചുകൊണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒക്കെ അല്ലാഹു അവന്റെ പ്രപഞ്ചങ്ങളുടെ സ്രഷ്ടാവ് എന്നും അതിന്റെ പരിപാലകനും നിയന്ത്രകനും എന്നുമൊക്കെയുള്ള നിലയിലുള്ള അവന്റെ ഏകത്വം ബോധ്യപ്പെടുത്തി തരികയാണ്. അതേപോലെ വളരെ വ്യക്തമായ വിധത്തിൽ വിശദീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്നത് പാരത്രിക ജീവിതം എന്ന ഒരു അനിവാര്യതയെയാണ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് മുഖ്യമായ ഊന്നലോടെ നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് പരാമർശിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ വായിച്ചത് ഉൾപ്പെടെയുള്ള ഏതാനും ആയത്തുകളിൽ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ യുക്തിഭദ്രമായ ഒരു തലം നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. പ്രാപഞ്ചികമായ ചില പ്രതിഭാസങ്ങളെ, അതുപോലെ മനുഷ്യ പ്രകൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതായി പരാമർശിച്ച്
പറയുകയുണ്ടായ ഒരു കാര്യം, ആകാശങ്ങളും ഭൂമിയും അവന്റെ കൽപ്പനക്ക് വിധേയമായിക്കൊണ്ട് നിലനിൽക്കുന്നു എന്നത് പൂർണ്ണമായും അതിന്റെ സമഗ്രമായ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് അതിന്റെ മേൽ നിയന്ത്രണമുള്ള ഒരു നിയന്ത്രകന്റെ സാന്നിധ്യം ബോധ്യപ്പെടുന്ന വിധത്തിൽ ആകാശഭൂമികൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമമായി മുന്നോട്ടു പോകുന്നു എന്നത് അള്ളാഹുവിന്റെ മഹത്തരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പിന്നീട് തുടർന്ന് പറഞ്ഞത്, മനുഷ്യരുടെ എല്ലാവരുടെയും മരണശേഷം ഭൂമിയിൽ അള്ളാഹു അവരെ ഒരു വിളിക്കുന്നതോടുകൂടി എല്ലാവരും തന്നെ പുറപ്പെട്ടു വരുന്നു എന്നതാണ്. ആകാശഭൂമികളിലുള്ളതൊക്കെയും തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവയാണ്. എല്ലാം തന്നെ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയെയാണ് പിന്തുടരുന്നത്. സൃഷ്ടിപ്പ് തുടങ്ങിയത്, അതിന് തുടക്കമിട്ടത് അള്ളാഹുവാണ്. അതിന് നൈരന്തര്യം നൽകിയിരിക്കുന്നതും അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പ് ആവർത്തിക്കുക എന്നത് അതൊരു പുനരുജ്ജീവനത്തിന് വേണ്ടിയായാലും വംശ വ്യാപനത്തിന് വേണ്ടിയായാലും അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമാണ്, എളുപ്പമായ ഒരു കാര്യമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അവസാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു സംഗതി വലഹുൽ മസലുൽ ആല എന്നതാണ്. ഏറ്റവും ഉന്നതമായ ഉപമകൾ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ഗുണവിശേഷണങ്ങൾ അത് അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് എന്നതാണ്. ഉപമകളുടെ താല്പര്യം തന്നെ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളെ വെളിപ്പെടുത്താനാണ്. ആ അർത്ഥത്തില് മസല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ ആയിട്ട് മനസ്സിലാക്കുന്നതിൽ അപാകതയില്ല. മസല് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന്റെ ഭാഷാപരമായ അർത്ഥം ഉപമ, മാതൃക എന്നൊക്കെയാണെങ്കിലും അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് ഉപമകൾ പ്രയോഗിക്കുന്നതിന്റെ താല്പര്യം അള്ളാഹുവിന്റെ അസ്തിത്വം ഏത് വിധത്തിലുള്ളതാണ്, അവന്റെ ഗുണവിശേഷണങ്ങളുടെ വ്യാപ്തിയും അളവും ഒക്കെ എത്രത്തോളമാണ് എന്നത് ബോധ്യപ്പെടുത്തുക എന്നതാണ്. ആ അർത്ഥത്തിൽ മലയാളത്തിൽ പല ട്രാൻസ്ലേറ്റേഴ്സും അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ എന്ന വിധത്തിൽ ഈ മസലുൽ ആല, ഉന്നതമായ ഗുണവിശേഷണങ്ങൾ എന്ന വിധത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് കാണാൻ സാധിക്കും. അപ്പോ ഇന്നലെ നമ്മൾ വായിച്ച ഭാഗം അവസാനിക്കുന്നത് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അത്യുന്നതമായ ഗുണവിശേഷണങ്ങൾ ഉള്ളവനാണ്, അല്ലെങ്കിൽ അത്യുന്നതമായ ഗുണവിശേഷണങ്ങളൊക്കെയും തന്നെ ഏറ്റവും ചേർച്ചയുള്ള ഉപമകൾ ഒക്കെയും തന്നെ അള്ളാഹുവിന്റെ മഹത്വത്തെയും അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് എന്ന കാര്യമാണ് അവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അള്ളാഹു അജയ്യനാണ്, അള്ളാഹു യുക്തിജ്ഞനുമാണ് എന്നതാണ് തുടർന്ന് പറയുകയുണ്ടായത്. അതിനുശേഷം ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന രണ്ടായത്തുകൾ മക്കയിലെ മുശ്രിക്കുകളെയും കുഫാറുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു വിവരണമാണ് എന്ന് കാണാൻ കഴിയും. ഈ ആയത്ത് അവതരിക്കുന്ന ഘട്ടത്തില്, അല്ലെങ്കിൽ സൂറത്തുർ റൂമിന്റെ അവതരണ ഘട്ടത്തില് മക്കയിൽ അവിടുത്തെ ധനാഢ്യരും അതുപോലെ കുലീനരും ഒക്കെയായ പല കുടുംബങ്ങൾക്കും മേധാവികൾക്കും വ്യക്തികൾക്കും ഒക്കെ അവരുടെ ഉടമസ്ഥതയില്, അവരുടെ കീഴിലായി ധാരാളം അടിമകൾ ഉണ്ടായിരുന്നു. അടിമകളുടെ മേൽ ഉടമസ്ഥന് ഉള്ള അധികാരം എന്തൊക്കെയാണ് എന്നതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അടിമകളെ ഉടമപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്
അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഉൾപ്പെടെയുള്ള പലതും അവര് നിർവഹിച്ചു വരുന്ന ഒരു സംസ്കൃതിയിലാണ് ആ സമൂഹം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അറേബ്യയിൽ മാത്രമല്ല, ആ കാലഘട്ടത്തില് അറിയപ്പെടുന്ന എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ ഭൂപ്രദേശങ്ങളിലും തന്നെയും അടിമ വ്യവസ്ഥ വളരെ വ്യാപകമായി വ്യവസ്ഥാപിതമായി നിലനിന്ന് പോരുന്നതാണ്. അള്ളാഹു ഈ ഒരു സാമൂഹ്യ പ്രതിഭാസത്തെ അള്ളാഹുവിന്റെ ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ പരാമർശിക്കുകയും അറേബ്യയിൽ ഇത് കേൾക്കാൻ സാഹചര്യമാവുന്ന ആളുകൾക്കൊക്കെയും തന്നെ എളുപ്പത്തിൽ അറിയാം തന്റെ കീഴിലുള്ള അടിമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. ഇസ്ലാം പഠിപ്പിക്കുന്ന അടിമകളോട് സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് അള്ളാഹു അത് സൂചിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള വിശദീകരണങ്ങളായിട്ട് ജീവിത മാതൃകകളായിട്ട് കാണിച്ചു തന്നിട്ടും പറഞ്ഞു തന്നിട്ടും ഒക്കെ ഉണ്ട്. അത് വേറൊരു വിഷയമാണ്. ഇവിടെ ആ കാലഘട്ടത്തില് അടിമകളെ ഉടമപ്പെടുത്തിയിരുന്ന ആളുകൾക്ക് അവര് അടിമകളെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്നത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അവരാരും തന്നെ തങ്ങളുടെ അടിമകളെ തങ്ങളുടെ സമ്പത്തിലോ തങ്ങളുടെ അതുപോലെ സൗഭാഗ്യങ്ങളിലോ പങ്കാളികളായിട്ട് കാണാറില്ല. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് ഉണ്ടായിരുന്ന സൗകര്യങ്ങളും സുഖാനന്ദങ്ങളും ഒക്കെ തങ്ങളോടൊപ്പം പങ്കുകാരായിക്കൊണ്ട് ആസ്വദിക്കാൻ അനുവാദമുള്ളവരായിട്ട് തങ്ങളുടെ കീഴിലുണ്ടായിരുന്ന അടിമകളെ കാണാറുണ്ടായിരുന്നില്ല. ഒരിക്കലും തന്നെ അവരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു തുല്യതയോടുകൂടി കാണുന്ന ഒരു സമീപനം അവരാരും സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതിനെ അള്ളാഹുവിനോടൊപ്പം തുല്യരാണ്, പങ്കാളികളാണ്, അവനോടൊപ്പം ദിവ്യത്വമുള്ളവരാണ് എന്ന നിലക്ക് കാണുന്നതിന് ആ ആളുകൾക്ക് യാതൊരു മടിയും ഇല്ലതാണ്. ഇതിൽ വളരെ പ്രകടമായിട്ടൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു എന്താണ് അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിന്റെ റുബൂബിയത്ത് തുടങ്ങിയ കാര്യങ്ങള് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഒരു ഉപമയിലൂടെ. നമുക്ക് ആ ഭാഗം വായിച്ച് അതിന്റെ വിശദമായ സൂചനകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ലറബലക്കും മസല, അവനിതാ അള്ളാഹു ഇതാ നിങ്ങൾക്കായിട്ട് ഒരു ഉപമ നൽകുന്നു. മിൻ അംഫുസിക്കും, നിങ്ങളെ തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ തന്നെ സാഹചര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളെ തന്നെ ഒരു 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 ഭാഗത്ത് പരാമർശിച്ചുകൊണ്ട് അവനിതാ നിങ്ങൾക്കായിട്ട് വളരെ നല്ല ഒരു ഉപമ നൽകിയിരിക്കുന്നു. ഒരു മസല് അവൻ നിങ്ങൾക്കായിട്ട് ഇവിടെ വിവരിക്കുകയാണ്. ഒരു ഉപമ നിങ്ങൾക്കായിട്ട് വിവരിച്ചു തരികയാണ്. ഹല്ലക്കും, എന്നിട്ടത് ഒരു ചോദ്യരൂപേണ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലക്കും മിമ്മ മലക്കത്ത് ഐമാനുക്കും മിൻ ശുറക്ക, നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ ആളുകളുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും നിങ്ങളുടെ പങ്കാളികളായിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഹല്ലക്കും മിൻ മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ അധീനതയിലുള്ള, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള നിങ്ങളുടെ അടിമകളുണ്ടല്ലോ, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ആളുകൾ, അവരിൽ ആരെങ്കിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ സൗഭാഗ്യങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടോ? നിങ്ങളുടെ ശരീക്കുകളാണോ? നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരാള് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആരെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സൗഭാഗ്യങ്ങളിൽ പങ്കാളികളായിട്ട് കാണാറുണ്ടോ? എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, ഫീമാ റസഖ്നാക്കും
നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള ഒരുപാട് റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നാം നൽകിയിട്ടുള്ള പല ജീവിത വിഭവങ്ങളും സാഹചര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ, അതിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ അധീനതയിലുള്ള ഈ അടിമകൾക്ക് പങ്കാളിത്തമുള്ളതായിട്ട് കാണാറുണ്ടോ? നിങ്ങൾ അവരെ ശരീക്കുകളായിട്ട് കാണാറുണ്ടോ? അൻതും ഫീഹി സവാഉൻ, അങ്ങനെ നിങ്ങളും അവരും ഒരുപോലെ ഇക്കാര്യത്തിൽ തുല്യരാണ് എന്ന വിധത്തില് നിങ്ങൾക്കൊരു വലിയ തോട്ടമുണ്ട്, നിങ്ങൾക്കൊരു അടിമയുണ്ട്. നിങ്ങൾക്ക് ആ തോട്ടത്തിന്റെ മേലുള്ള അധികാരം, അതിന്റെ മേലുള്ള അവകാശം, അതിന്റെ വിഭവങ്ങള് പ്രയോജനപ്പെടുത്താനൊക്കെയുള്ള അവകാശം, ഇതേപോലെ നിങ്ങളുടെ അടിമക്കും അവകാശമുണ്ട് ആ തോട്ടത്തിന്റെ മേൽ എന്ന വിധത്തിൽ നിങ്ങൾ അതിനെ കാണാറുണ്ടോ? നിങ്ങളുടെ അടിമയെ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതായിട്ടല്ലേ കാണുന്നത്? അപ്പൊ ഉടമസ്ഥത എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ദറബലക്കും മസല മിൻ അൻഫുസിക്കും, അവൻ നിങ്ങൾക്കായി നിങ്ങളെ തന്നെ പരാമർശിച്ചുകൊണ്ട് ഒരു ഉപമ ഇതാ നൽകുന്നു. ഹല്ലക്കും മിമ്മ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളവയിൽ മിൻ ശുറക്ക, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സൗഭാഗ്യങ്ങളിൽ പങ്കാളികളാവുന്ന ശുറക്ക ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് നിങ്ങൾ അവരെ നിങ്ങളെപ്പോലെ തന്നെ അവകാശമുള്ളവരായിട്ട് കാണുന്ന വിധത്തിൽ ഫീമാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവയുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള പോലെ അവകാശം അവർക്കും ഉള്ളതായിട്ട് നിങ്ങൾ പരിഗണിക്കാറുണ്ടോ? അൻതും ഫീഹി സവാഉൻ, എന്നിട്ട് നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യത്തിൽ അല്ലെങ്കിൽ ആ വസ്തുക്കളുടെ മേൽ തുല്യ അവകാശമുള്ളവരായിട്ട് നിങ്ങൾ കാണാറുണ്ടോ? തഖാഫൂനഹും, എന്നിട്ട് നിങ്ങൾ അവരെ ഭയപ്പെടുകയും ചെയ്യുന്നുവോ? നിങ്ങളുടെ ഈ അടിമകളായിട്ട് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ആളുകൾ, അവർക്ക് നിങ്ങളെപ്പോലെ നിങ്ങളുടെ എല്ലാ സുഖ സൗകര്യങ്ങളിലും അവകാശമുണ്ട് എന്ന് കരുതുകയും അത് നിർവഹിക്കപ്പെടാതെ പോകുമ്പോ മറ്റ് അവകാശികളുടെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഇവരുടെ കാര്യത്തിലും നിങ്ങൾക്ക് ഭയമുണ്ടോ? ഉദാഹരണത്തിന്, ഒരു വലിയ സമ്പത്തിന് ഉടമകളായിട്ട് 3-4 പേരുണ്ടെന്ന് വെക്കുക. സ്വതന്ത്രരായ 3-4 പേര്, 3-4 സഹോദരന്മാരാണ്. അതിന്റെ വരുമാനവും അതിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന പ്രയോജനം ഇതൊക്കെ തന്നെയും ആ 3-4 സഹോദരന്മാർക്ക് തുല്യമായിട്ട് ലഭിക്കേണ്ട അവകാശമുള്ളതാണ് എങ്കിൽ അതില് വല്ല ഏറ്റക്കുറവും ഉണ്ടായി പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയുണ്ടാവും. നിങ്ങൾ അധികം എടുത്തുപോയി എങ്കിൽ അത് ബാക്കിയുള്ളവർ പറയും, അല്ലെങ്കിൽ അവര് അതിൽ പ്രതിഷേധിക്കും എന്ന പേടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതേ വിധത്തില് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമക്കും നിങ്ങളുടെ സമ്പത്തിലും സൗഭാഗ്യങ്ങളിലും അവകാശമുണ്ട്, അവരുടേത് എന്ന് സങ്കല്പിക്കുന്ന ചിലതൊക്കെ നിങ്ങളുടേതായി പോകുന്നതിൽ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ കാണാറുണ്ടോ? ഇതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഈ ആളുകൾ, ഈ അടിമകൾ, അവരെ ഏത് വിധത്തിലാണ് നിങ്ങൾ ഉടമപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങളോടൊപ്പം നിങ്ങളുടെ സൗഭാഗ്യങ്ങളിൽ തുല്യതയുള്ള ആളുകളെ പോലെയാണോ? അതോ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള നിങ്ങൾക്ക് അവകാശപ്പെട്ടവര് എന്ന നിലക്ക് മാത്രമാണോ നിങ്ങൾ കാണുന്നത്? എന്താണ് വസ്തുത? നിങ്ങളുടെ പ്രാക്ടീസിലുള്ളത് എന്താണ്? ഫഅൻതും ഫീഹി സവാ തഖാഫൂനഹും കഖീഫതികും അൻഫുസകും, നിങ്ങളിൽപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ തന്നെ ചില ഭയപ്പാടൊക്കെ കാണിക്കുന്ന പോലെ ഈ അടിമകളുടെ കാര്യത്തിലും നിങ്ങൾ അങ്ങനെ ഭയപ്പാട് കാണിക്കാറുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങളുടെ സഹോദരന്മാർക്ക് കൂടി അവകാശപ്പെട്ട സ്വത്താണെങ്കിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ അവന്റെ അവകാശം നിങ്ങളുടേതായി പോകുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങളുടേതിന്റെ ഒരു പങ്ക് അവന് പോകുന്നത് ഒക്കെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ബന്ധങ്ങൾ തകരാറിലാക്കുന്ന,
അത് നീതിപൂർവകവും ഓരോരുത്തരുടെയും അവകാശം പരിഗണിച്ചുകൊണ്ടുമുള്ള വിധത്തിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. അതല്ലെങ്കിൽ ആകെ പ്രശ്നമാകും എന്ന പേടി നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമകളുടെ കാര്യത്തില് നിങ്ങൾ അങ്ങനെ കരുതാറുണ്ടോ? അവർക്കും നിങ്ങളുടെ സമ്പത്തിലും സൗഭാഗ്യങ്ങളിലും നിങ്ങളെപ്പോലെ അവകാശമുണ്ട്. അതിന്റെ ഒരു തരിമ്പ് നിങ്ങളുടേതായി പോയാൽ അത് പ്രശ്നമാകും എന്ന നിലക്ക് നിങ്ങൾ ഭയപ്പാട് കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ സഹോദരന്മാര് നിങ്ങളുടെ ഉടമസ്ഥതയിലല്ല, അവരുടെ യജമാനനല്ല നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ അടിമകളുടെ ഉടമസ്ഥൻ നിങ്ങളാണ്. നിങ്ങൾ അവരുടെ യജമാനനായിട്ടാണ് ഉള്ളത്. പക്ഷെ അവരെ ഒരിക്കലും തന്നെ നിങ്ങളുമായിട്ട് തുല്യതയുള്ളവരായിട്ട് നിങ്ങൾ കാണാറില്ല. നിങ്ങളുടെ സമ്പത്തിന്റെയോ സൗഭാഗ്യത്തിന്റെയോ വിഹിതം പറ്റുവാൻ നിങ്ങളെപ്പോലെ അവർക്കും അവകാശമുണ്ട് എന്ന് നിങ്ങൾ കരുതാറില്ലല്ലോ. എന്നിട്ടാണോ ഈ പ്രപഞ്ചത്തിലുള്ള സകല സംഗതികളുടെയും ഉടമസ്ഥനായ അള്ളാഹു അവന്റെ ഉടമസ്ഥതയിലുള്ള ചിലതിനൊക്കെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചിലതിന് അവകാശമുള്ളവരായിട്ട് നിങ്ങൾ കരുതുന്നത്? വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു ഉപമയാണ് അള്ളാഹു കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹുവാണ് ആകാശഭൂമികളുടെ ഉടമസ്ഥൻ. എന്നാൽ ആകാശഭൂമികളിലുള്ള ചില ആളുകളെയോ ചില വസ്തുക്കളെയോ ചില രൂപങ്ങളെയോ ചില സംഗതികളെയോ ഒക്കെ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം അവനോട് തുല്യതയുള്ള ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ള അർബാബുകളായിട്ട് നിങ്ങൾ കാണുകയാണല്ലോ. നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ഇത് പറ്റൂലേ എന്നാണ് അള്ളാന്റെ ചോദ്യം. നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമകൾക്ക് നിങ്ങളുടെ സമ്പത്തിലും സൗഭാഗ്യത്തിലും പങ്കാളിത്തം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒളപ്പിളകുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രകോപിതരാവുന്നുണ്ടല്ലോ, നിങ്ങൾക്കത് അസഹ്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ. എന്നാൽ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സംഗതിയെ അള്ളാഹുവിനോടൊപ്പം ദിവ്യത്വത്തിൽ പങ്കാളിയായ ഒരാളായിട്ട് കാണുന്നതിന് നിങ്ങൾക്ക് യാതൊരു വിഷമവുമില്ലല്ലോ. നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഇതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അപ്പോ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആകാശവും ഭൂമിയും അതിലെ സകല സംഗതികളും. അതൊരിക്കലും തന്നെ അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് അള്ളാഹുവിനോടൊപ്പം ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ള അവനോടൊപ്പം തുല്യതയുള്ള ഒരുവനായി മാറുകയില്ല. നിങ്ങൾ അങ്ങനെ എത്ര പരിഗണിച്ചുകൊണ്ടും കാര്യമില്ല, അത് അങ്ങനെ മാറുകയില്ല. നിങ്ങൾ സ്വന്തം കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വ്യവസ്ഥയിൽ അടിമത്വം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ പല മനുഷ്യരെയും അടിമകളാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ട്. അതില് നിങ്ങളെപ്പോലെ ഈ അടിമകളും പങ്കാളികളാണ് എന്ന് ആരെങ്കിലും പറയുകയെ സംസാരിക്കുകയെ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടാവുകയോ ചെയ്താൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന അള്ളാഹുവിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ സത്യം അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പോ വറബലക്കും മസലം മിൻ അൻഫുസിക്കും ഹല്ലക്കും മിമ്മാ മലക്കത്ത് അയ്മാനുക്കും മിൻ ശുറക്കാ ഫീമാ റസഖ്നാക്കും ഫഅൻതും ഫീഹി സവാ തഖാഫൂനഹും. നിങ്ങൾക്ക് പേടിയാണ് അവരെ. ഖീഫത്തിക്കും അൻഫുസക്കും, നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്തിലും സൗഭാഗ്യത്തിലും പങ്കാളികളായ നിങ്ങളിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെ പേടിക്കുന്ന പോലെ നിങ്ങൾ ഈ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമകളെ നിങ്ങൾ പേടിക്കാറുണ്ടോ എന്നതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ഇതൊരിക്കലും തന്നെ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള പോലെ അടിമത്തത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയേ അല്ല. മക്കയിൽ ഈ ഖുർആൻ സൂറത്ത് ഇറങ്ങുന്ന കാലത്ത് നിലവിലുണ്ടായിരുന്ന വളരെ വ്യവസ്ഥാപിതമായി നടപ്പിലായി ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് അടിമത്തം. ആ അടിമത്ത വ്യവസ്ഥയില് ഒരു അടിമയുടെ സ്ഥാനം എന്താണ്, ഒരു ഉടമയുടെ സ്ഥാനം എന്താണ്, ഒരു അടിമയുടെ ഉടമയുടെ സമ്പത്തിന്റെ മേലുള്ള അവകാശവും സാധ്യതയും ഒക്കെ എത്രത്തോളമാണ് എന്നതൊക്കെ ആ സമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം. ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു ഈ പ്രപഞ്ച സാകല്യത്തിന്റെ ഉടമസ്ഥൻ എന്ന വിധത്തിലുള്ള അള്ളാഹുവിന്റെ അവസ്ഥ, അള്ളാഹുവിന്റെ സ്റ്റേറ്റസ് എന്താണ് എന്നത് അവരുടെ വളരെ മൂഢമായ ഒരു പ്രവർത്തനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ട്
വ്യക്തമാക്കുകയാണ് ഇവിടെ. അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഒരു മനുഷ്യൻ അയാള് ജീവിച്ചിരുന്ന കാലത്തോ അല്ലെങ്കിൽ മരിച്ചു പോയതിനു ശേഷമോ അയാളുടെ രൂപമുണ്ടാക്കി വെച്ചിട്ടോ മറ്റോ അയാളോട് പ്രാർത്ഥിക്കുന്ന, അയാളോട് സഹായം തേടുന്ന ഈ ശിർക്ക് സംവിധാനം, മക്കയില് കഅബയില് 360ഓളം വിഗ്രഹങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പലതും ആളുകളുടെ, മനുഷ്യരുടെ പേരിൽ, പൂർവികരായ മഹത്തുക്കളുടെ പേരിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. പലതും മാലാഖമാരുടെ പേരിലുള്ളതാണ്. ചിലതൊക്കെ പ്രവാചകന്മാരായിരുന്ന ആളുകളുടെ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെയാണ്. ഇവക്കൊക്കെ അള്ളാഹുവിനോടൊപ്പം പങ്കാളിത്തമുണ്ട് എന്ന് സങ്കല്പിക്കുന്ന ആ സമൂഹത്തിനോട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമകളുടെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ കരുതാറുണ്ടോ? ആ അടിമത്തത്തെ ന്യായീകരിക്കുകയല്ല, തീർച്ചയായിട്ടും അടിമത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ പ്രായോഗികമായ നടപടികളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അത് പലപ്പോഴായിട്ട് നിയമനിർദ്ദേശങ്ങളായിട്ട് നൽകിയിട്ടുമുണ്ട്. ഇതങ്ങനെ ഒരു വിഷയത്തെ കുറിച്ചല്ല. അള്ളാഹുവിന്റെ ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് ആ സമൂഹത്തില് അവര് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അടിമ ഉടമ വ്യവസ്ഥയുടെ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു വ്യക്തമാക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതിന്റെ കോണ്ടെക്സ്റ്റും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വസ്തുതകളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഈ ആയത്ത് നമുക്ക് വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വെറുതെ പാഞ്ഞു കയറി വായിച്ചാൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാവും, അല്ലെങ്കിൽ പലരും ഉദ്ദേശപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോ എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്ന കദാലിക നുഫസ്സിലുൽ ആയാത്ത്, ഈ വിധത്തിലാണ് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിച്ചു തരുന്നത്. വളരെ വലിയ വ്യാപ്തിയുള്ള അർത്ഥതലങ്ങളോടുകൂടി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ആയാത്തുകളെ നാം നിങ്ങൾക്കായിട്ട് വിശദീകരിച്ചു തരികയാണ്. ലിഖൗമി യഅഖിലൂൻ, ബുദ്ധി പ്രയോജനപ്പെടുത്തുന്ന ഒരു ജനതക്ക് വേണ്ടിയാണ് അള്ളാഹു ഈ വിവരണമൊക്കെ നടത്തുന്നത്. അള്ളാഹുവിന്റെ ആയാത്തുകൾ ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് അഖല് ഉപയോഗിക്കുന്ന, ബുദ്ധി പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത്, ഈ ആയത്തിന്റെ കൺക്ലൂഷനായിട്ട് പറയുന്ന കാര്യം. ബലിത്തബഅല്ലദീന ളലമു അഹ്വാഅഹും, എന്നാല് വസ്തുത ഇതാണ് എന്നിരിക്കെ തന്നെ അക്രമകാരികൾ, സ്വന്തത്തോട് അക്രമം ചെയ്തവർ, ആത്മദ്രോഹികളായ ആളുകൾ അവരുടെ സ്വേച്ഛമായ ചില തോന്നലുകളെ, ഹവയെ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. അവർക്ക് തോന്നിയത് ആലോചിച്ച് പിടിച്ച് ചെയ്യുകയാണ് അവർ. ശരിയാണോ തെറ്റാണോ, യുക്തിഭദ്രമാണോ സ്വീകാര്യമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരാലോചിക്കുന്നില്ല. അവര് കണ്ടവരെയൊക്കെ അള്ളാഹുവിനോടൊപ്പം പങ്കാളികളായിട്ട് കരുതുന്നു. ആ വിധത്തിലുള്ള പല ജീവിത നടപടികളും അനുവർത്തിച്ചു പോരുകയും ചെയ്യുന്നു. ആരാണ് ഇവര്? അല്ലദീന ളലമു, ളാലിമുകൾ. ളാലിമുകൾ എന്ന് പറഞ്ഞാൽ ആത്മദ്രോഹം ചെയ്ത ആളുകൾ, സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് കഴിയേണ്ടവരായ മനുഷ്യരെ, ആളുകള് അത് തിരിച്ചറിയാതെ, അത് മനസ്സിലാക്കാതെ, അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരായും അള്ളാഹുവിൽ പങ്കാളികളെ ചേർക്കുന്നവരായും ഒക്കെ ജീവിക്കുമ്പോൾ അവരെയാണ് ഖുർആൻ ളാലിമുകളായിട്ട് നിരന്തരം പരാമർശിക്കുന്നത്. കാരണം അത് ഓരോരുത്തരും അങ്ങനെ ചെയ്യുക വഴി സ്വന്തം ആത്മാവിനോട് തന്നെയാണ് ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത്. അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാണ് ഓരോ മനുഷ്യനും തന്റെ ആത്മാവിന് മോക്ഷം സിദ്ധിക്കുന്നതിന്, ആത്മാവിന് അതിന്റെ പൂർണ്ണമായ വിധത്തിലുള്ള അവന്റെ പൂർണ്ണമായ ഒരു സ്വത്വം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് വരുന്നതിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം തന്റെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെടുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ കൂട്ടാക്കാതെ ഇടഞ്ഞു നിൽക്കുന്ന ഒരാളെയാണ് അള്ളാഹു ളാലിം അല്ലെങ്കിൽ ദുൽമ ചെയ്യുന്നവൻ എന്ന നിലക്ക് പരാമർശിക്കുന്നത്. അപ്പോ ബലിത്തബഅല്ലദീന ളലമു അഹ്വാഅഹും, ഈ ളാലിമുകൾ തങ്ങളുടെ ഹവയെയാണ്
തങ്ങളുടെ ഇച്ഛകളെയും തോന്നലുകളെയും ഒക്കെയാണ് പിൻപറ്റുന്നത്. അതോ എങ്ങനെയാണ്? ബിഗൈരി ഇൽമിൻ, അതിന് ജ്ഞാനത്തിന്റെ, അറിവിന്റെ, യുക്തിയുടെ ഒരടിത്തറയുണ്ടാവില്ല. ജ്ഞാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല അവരിത് ചെയ്യുന്നത്. ഈ ളുൽമിന്റെ പാത അവര് സ്വീകരിക്കുന്നത് അത് അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ, യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ശരി എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് അവരുടെ കേവലമായ തോന്നലുകളെയും മനസ്സിന്റെ അടിസ്ഥാനരഹിതമായ സങ്കല്പനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആളുകൾ ഈ ളുൽമിന്റെ വഴിയിലേക്ക് പോകുന്നത്. എന്നിട്ട് അല്ലാഹു ഒരു ജ്ഞാനത്തിന്റെയും അറിവിന്റെയും പിൻബലം ഇല്ല അതിന്. എന്നിട്ട് പറയുന്നത് ഫമൻ യഹ്ദി മൻ അളല്ലല്ലാഹ്. വല്ലാത്തൊരു ചോദ്യമാണത്. അല്ലാഹു ളലാലത്തിലേക്ക് വിട്ട ഒരാളെ ആർക്കാണ് സന്മാർഗിയാക്കാൻ സാധിക്കുക? ഫമൻ യഹ്ദി മൻ അളല്ലല്ലാഹ്. അല്ലാഹു വഴികേടിലേക്ക് വിട്ട ആളെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സന്മാർഗം ലഭിക്കാതെ പോയ ആളുകളുണ്ട്. അവരുടെ അർഹതയില്ലായ്മ കാരണവും ധിക്കാരം കാരണമായും ആത്മദ്രോഹം കാരണമായിട്ടുമാണ് അത് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും അവര് അള്ളാഹു ലലാലത്തിലേക്ക് വിട്ട ആളുകളായിട്ട് മാറണം. അവരെ സന്മാർഗികളാക്കാൻ ആർക്ക് സാധിക്കുമെന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. വമാ ലഹും മിൻ നാസിരീൻ. അവർക്ക് സഹായികളായിട്ട് ആരും തന്നെ ഉണ്ടാവുകയുമില്ല. ഒരാൾക്കും തന്നെ അള്ളാഹു ലലാലത്തിലേക്ക് വിഹരിക്കാൻ വേണ്ടി വിട്ട ആളുകളെ സത്യമാർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല. അവരെ സഹായിക്കാനും ആരും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. മക്കയിലെ ആളുകളെ താക്കീത് ചെയ്യുകയും അതുപോലെ അവർക്ക് അവരെ ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഇതിൽ അടങ്ങുന്നുണ്ട്. യുക്തിഭദ്രമായ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യത്തിലല്ല ആ സമൂഹം നിലകൊള്ളുന്നത്. എന്നാലോ ആന്തരികമായ വൈരുദ്ധ്യം വളരെ പ്രകടമാണ് താനും. അവര് സ്വന്തം ജീവിതത്തില് അവരുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമകളെ തങ്ങളുടെ ജീവിത സൗഭാഗ്യങ്ങളിൽ തങ്ങളോടൊപ്പം തുല്യ പങ്കാളിത്തമുള്ള ആളുകളായിട്ട് അവർ കാണുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള ഓരോന്നിനെ അള്ളാഹുവിനോടൊപ്പം ദിവ്യത്വത്തിൽ പങ്കാളിയാണ് എന്ന് പറയുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. ഇതാണ് വസ്തുത. ഇങ്ങനെയുള്ള ഒരു ളുൽമിന്റെ വഴിയിലേക്ക് അവർ പോകുന്നത് ഒരു ആലോചനയും ഒരു ചിന്തയും ഒരു അറിവും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല. കേവലം ഹവ, അതിന്റെ ബഹുവചനാണ് അഹ്വ എന്ന് പറയുന്നത്. അവരുടെ മനസ്സിന്റെ തോന്നലുകളെ, തീർത്തും അടിസ്ഥാനരഹിതമായ മനസ്സിന്റെ തോന്നലുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് അവര് ഇങ്ങനെ നീങ്ങുന്നത്. ആ പാതയിൽ അവരെ സഹായിക്കാനായിട്ട് ആരെയും കണ്ടെത്താൻ അവർക്ക് കഴിയുകയില്ല. അവര് വിജയികളാവൂല. കാരണം അവര് ഈ കാരണത്താൽ തന്നെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. മാത്രവുമല്ല, നിർണായകമായ ഘട്ടത്തില് അവരെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും രംഗത്ത് വരുന്നത് അവർക്ക് കാണാൻ സാധിക്കുകയുമില്ല. ഭൂമുഖത്ത് അള്ളാഹു പല സഹായങ്ങളും വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദൈവിക വെളിപ്പാട് അടങ്ങിയിട്ടുള്ള വേദഗ്രന്ഥം. അത് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുക എന്നുള്ളത്. മറ്റൊന്നാണ് പ്രവാചകന്മാരുടെ സാന്നിധ്യം എന്നത്. ഇതൊക്കെ മനുഷ്യന് ഭൂമുഖത്ത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സഹായങ്ങളാണ്. പക്ഷെ നിർണായകമായ ഘട്ടത്തില് ജയപരാജയങ്ങൾ ഏറ്റവും കടുത്ത അനുഭവമായിട്ട് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ പോകുന്ന ആ ഘട്ടത്തില് അവരെ സഹായിക്കാൻ വേണ്ടി ആരും പാഞ്ഞു വരുന്നില്ല. അവരുടെ മനോവിലാസങ്ങളെ പിന്തുടർന്ന് തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവയുടെ പുറകെ പോയ ആളുകളാണ് അവർ. അവർക്ക് അവരെ ലലാലത്തിന് അള്ളാഹു അങ്ങ് വിട്ടതാണ്. അവർക്ക് സന്മാർഗം ലഭിക്കാനുള്ള സൗഭാഗ്യമില്ല, അതിനുള്ള അർഹതയില്ല എന്നതാണ് വസ്തുത. അള്ളാഹു പിഴച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് അങ്ങ് തള്ളിവിട്ട ആളുകളെ സന്മാർഗികളാക്കാൻ ആർക്കാണ് സാധിക്കുക? ഇതാണ് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം. മക്കയിലെ ആളുകളുടെ മനസ്സിൽ തറക്കുന്ന വിധത്തിലുള്ള ഒരു ചോദ്യമാണ്. അള്ളാഹു കൈവിട്ട ഒരു കൂട്ടരെ അള്ളാഹു അബദ്ധത്തിലും തെറ്റായ വഴിയിലും അലഞ്ഞു തിരിഞ്ഞോട്ടെ എന്നുള്ള നിലക്ക് വിട്ട
ചില ആളുകളെ, അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? പറഞ്ഞു കൊടുക്കാനൊക്കെ അല്ലാതെ അതിനപ്പുറത്തേക്ക് ആർക്കാണ് അവരെ കൈപിടിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുക? ഒരിക്കലുമില്ല. അവർക്ക് അതിന് അർഹതയില്ല എന്നതിനാൽ അവരുടെ ധിക്കാരപരമായ നിലപാട് കാരണമായിട്ട് ഒക്കെ അള്ളാഹു അവരെ അങ്ങ് കൈയൊഴിഞ്ഞതാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വമാ ലഹും മിൻ നാസിരീൻ. അനിവാര്യമായ ഘട്ടത്തില് സഹായികളായിട്ട് ആരും തന്നെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഇല്ല. അപ്പോ ഇന്നത്തെ സെഷൻ അവിടെ അവസാനിക്കുകയാണ്. സൂറത്തുൽ റൂമിലെ 28, 29 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. 1-2 ചോദ്യങ്ങൾ പരിഗണിക്കാമെന്ന് കരുതുകയാണ്. ഒരു ചോദ്യം, ഇതും ചിന്മയുടെ ചോദ്യം തന്നെയാണ്. ഉമിനീർ ഗ്രന്ഥികൾ പരിണാമത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ ജീവികളിലും ഉണ്ട്. ഇത് പ്രപഞ്ച തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നു. ഇത് പ്രപഞ്ചം ഈശ്വരൻ തന്നെ എന്ന് നമ്മെ പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയല്ല എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം താനെ ഉണ്ടായതാണ്, അതിലെ പ്രതിഭാസങ്ങളൊക്കെ താനെ ഉണ്ടായതാണ്, ദൈവം സ്വയം ഇങ്ങനെ ഉണ്ടായി വന്നതാണ്. ഈ വിധത്തില് ഇതൊക്കെ തന്നെ കാണിക്കുന്നത് പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്നതാണ്. ഇത് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. രാജാവ് നേർത്ത തുണി ഉടുക്കണം എന്ന് കരുതിയിട്ട് വളരെ നേർത്തത് കൊണ്ടുവരാൻ ഈ നെയ്ത്തുകാരോട് ആവശ്യപ്പെട്ട് അങ്ങനെ നേർത്ത തുണി കൊണ്ടുവന്ന് അതൊന്നും രാജാവിന് തൃപ്തികരാവണില്ല. അവസാനം നെയ്ത്തുകാര് വെറും കൈയോടെ വന്നിട്ട് രാജാവിന് തുണി ഉടുപ്പിക്കുകയാണ്. വളരെ നേർത്ത തുണിയാണ്, രാജാവിനൊന്ന് കാണാൻ പോലും കഴിയില്ല, അത്രയും നേർത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുണി ഉടുപ്പിക്കുകയാണ്. അപ്പൊ രാജാവ് തുണിയൊന്നും ഉടുത്തിട്ടുണ്ടാവില്ല, തുണി ഉടുപ്പിക്കുകയാണെന്നാണ് അവർ പറഞ്ഞിട്ട് തുണി ഉടുപ്പിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഈ പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്ന് പറയുന്നവര് പ്രപഞ്ചത്തിൽ നിന്ന് അന്യമായി അതിന്റെ ഭാഗമായിട്ടുള്ളതല്ലാത്ത ഒരു അസ്തിത്വത്തെ ദൈവമായിട്ട് കാണാതിരിക്കുമ്പോൾ ഫലത്തിൽ അവര് ദൈവനിഷേധം തന്നെയാണ് നടത്തുന്നത്. കാരണം ആർക്കും ആരെയും ഭയപ്പെടേണ്ടതില്ല, ഗൗനിക്കേണ്ടതില്ല, ആർക്കും ആരുടെയും മുന്നിൽ വിധേയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദൈവം എന്നൊരു സാന്നിധ്യം, ഒരു പ്രതിഭാസം ഇല്ല എന്നത് തന്നെയാണ് പറയുന്നതിന്റെ കാര്യം. വസ്ത്രം ഉടുത്തിട്ടേ ഇല്ല എന്ന് തന്നെയാണല്ലോ അവിടെ സത്യം. അത് രാജാവിനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവും. അങ്ങനെ അദ്വൈതവാദികള് ഈ നമ്മുടെ ഭൂപ്രദേശത്തൊക്കെ ഉള്ള ധാരാളം ആളുകളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സംഗതിയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഈ പ്രപഞ്ചത്തില് അത് ഉമിനീർ ഗ്രന്ഥി താനെ ഉണ്ടായതാണ്, അതിന്റെ പിന്നിൽ ഒരു ആസൂത്രകനില്ല. പരിണാമത്തിന്റെ ഒരു ഘട്ടത്തില് എല്ലാ സ്പീഷീസിനും ഉമിനീർ ഉണ്ടായിട്ടുണ്ട്. പരിണാമത്തിന്റെ ഘട്ടത്തിലാണോ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തിലാണോ എന്നൊക്കെ ഉള്ളത് വേറൊരു വിഷയം. പക്ഷെ ഇവർക്കൊക്കെ ഉമിനീരുണ്ട്, അത് താനെ അങ്ങ് ഉണ്ടായതാണ്. അത് ഒക്കെ ചേരുമ്പോഴാണ് ഒരു ദിവ്യത്വം എന്നൊരു സംഗതി ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തുകൊണ്ട് ജീവിക്കാം, കാരണം നിങ്ങൾ തന്നെയാണല്ലോ ദൈവം. ഏത് ദൈവമാണ് നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്നത്? നിങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെയും ദ്രോഹങ്ങളെയും സമൂഹത്തില് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുകയൊക്കെ ചെയ്തതിന് നിങ്ങൾ ആരുടെ മുന്നിലും ഉത്തരം പറയേണ്ടി വരൂലല്ലോ. ഭയങ്കര സൗകര്യമുള്ള ഒരു സംവിധാനമാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹസ്രാബ്ദങ്ങളോളം ആളുകളെ അടിമകളാക്കി വെക്കാം, കീഴ്ജാതിക്കാരെ ചവിട്ടി മരിച്ച് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ തന്നെയാണ് ദൈവം. നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൈവമല്ല. നിങ്ങൾ ആരുടെ മുന്നിലും ഉത്തരം പറയേണ്ടി വരുന്നില്ല, ഒരു വിചാരണ നേരിടേണ്ടി വരുന്നില്ല. എന്തോ ഒരു ഗംഭീരമായ സംവിധാനം അല്ലേ? ആലോചിച്ച് നോക്കൂ, വളരെ സൗകര്യമുള്ള ഒരു സംഗതിയാണത്. ഇത് തന്നെയാണ് ഈ അദ്വൈത വ്യവസ്ഥയിലൂടെ, തത്വചിന്തയിലൂടെ ജനങ്ങളെ ഈ ജാതീയതയും അതുപോലെയുള്ള തിന്മകളും
അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഈ ആശയങ്ങള് ജനങ്ങളെ ചൂഷണം ചെയ്ത് കൈകാര്യം ചെയ്തുകൊണ്ട് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് മുഅ്മിനീര് താനെ ഉണ്ടായതാണ്, പ്രപഞ്ചം ഉണ്ടായ പോലെ ദൈവം എന്നൊരു അസ്തിത്വം തന്നെ അങ്ങനെ ഇതൊക്കെ ഉണ്ടാകുന്നതിലാണ് ഉള്ളത് എന്ന നിലക്കാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ അതിനെ കുറിച്ച്. രണ്ടാമത്തെ ഒരു സംഗതി, ഈ അതും ചിന്മയെ ഉന്നയിച്ച ഒരു ചോദ്യമാണ്. എല്ലാം അള്ളാഹു ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആരാധന ചെയ്തില്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ് അറബി മതത്തിൽ ആളുകളെ ചേർക്കാനുള്ള ശ്രമമല്ലേ നടക്കുന്നത് എന്നതാണ്. അങ്ങനെ പറയുക മാത്രമല്ല, അതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലേ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. എല്ലാം അള്ളാഹു ചെയ്യുന്നു, നിങ്ങൾ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് എന്ന് കാണാം ഖുർആനിൽ. അള്ളാഹുവിന് മശീഅത്തില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സംഗതി ഉദ്ദേശിക്കാൻ പോലും കഴിയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തം ഇല്ല എന്നല്ല. നിങ്ങൾ ഒരു അധർമ്മം ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസാക്ഷി കുത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിൽ പങ്കുണ്ട് എന്നാണ്. പക്ഷെ അത് നിങ്ങൾക്ക് അള്ളാഹു മറിച്ച് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മശീഅത്ത് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു അധർമ്മം ചെയ്യാൻ കഴിയുള്ളൂ. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തിനാ നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ഒരു മനസാക്ഷി കുത്ത് അനുഭവപ്പെടുന്നത്? ആ മനസാക്ഷി കുത്താണ് നിങ്ങൾക്ക് അതിൽ പങ്കുണ്ട് എന്നതിനുള്ള തെളിവായിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ നിലകൊള്ളുന്നത്. അതിനെ നിഷേധിക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ? അള്ളാഹുവിന്റെ മശീയത്തിനകത്ത് മാത്രമേ എന്തും സംഭവിക്കുകയുള്ളൂ, ആർക്കും എന്തും ചെയ്യാൻ കഴിയുള്ളൂ. അതിലൊന്നും ഒരു സംശയവും ഇല്ല. അപ്പോ ആരാധന ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധന ചെയ്യുക എന്നുള്ളത് അള്ളാഹ്ക്ക് എന്തോ ആവശ്യമുള്ള ഒരു സംഗതി പോലെയാണ് നിങ്ങളുടെ സംസാരത്തിൽ തോന്നുക. അള്ളാഹ്ക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പ്രയോജനമൊക്കെ ഉള്ളത് ആരാധിക്കുന്ന ആളുകൾക്കാണ്. അവരുടെ മനസ്സിന്റെ സമാധാനവും ശാന്തിയും അവർക്ക് സത്യത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദവും നിർവൃത്തിയും ഒക്കെയാണത്. അത് ചെയ്യാൻ അള്ളാഹുവിന്റെ ആ സംവിധാനത്തിന് വഴിപ്പെട്ടുകൊണ്ട് നിൽക്കാൻ സന്നദ്ധരല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നവർക്ക് അതിന്റെ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. അതാണ് ഖുർആൻ പറയുന്നത്. അപ്പോ അറബി മതത്തിൽ ആളെ കൂട്ടിയിട്ട് ആർക്ക് എന്ത് നേട്ടാണ് ഉണ്ടാകാൻ പോണത്? അറബി മതത്തിൽ ആളെ കൂട്ടാനുള്ള ശ്രമമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സത്യമാണ് അറബി മതമെങ്കിൽ അതിൽ ആളെ കൂട്ടാൻ അവസരങ്ങൾ തുറന്നിടുക തന്നെ വേണം. അത് സത്യമല്ലാത്ത മതമാണെങ്കിൽ എന്തിനാണ് അതിൽ ആളെ കൂട്ടുന്നത്? ആർക്ക് ഗുണമുണ്ട് അതുകൊണ്ട്? മരിച്ചുപോയ ആളുകള് ഇപ്പോ ഈ പ്രവാചകന്മാരൊക്കെ ജീവിച്ച് മരിച്ചുപോയ ആളുകളല്ലേ. ഇനിയും അതിലിങ്ങനെ ആളെ കൂട്ടിയിട്ട് അവർക്ക് എന്ത് ഗുണം? ഈ പറയുന്നതൊന്നും ശരിയല്ലെങ്കിൽ. അപ്പൊ സത്യം ആണോ അല്ലേ എന്നുള്ളത് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അറബി മതാണോ ഭാരതീയ മതാണോ എന്നുള്ള എല്ലാ വിഷയം. എല്ലാ മതങ്ങളും അതിന്റെ തുടക്കത്തില് ദൈവികമായ സന്ദേശം മുന്നോട്ട് വെച്ച മതങ്ങളായിരുന്നു എന്നതും പിന്നീട് അതില് പല വൈകല്യങ്ങളും വന്നു ചേർന്നതും അത് മനുഷ്യര് നാശമാക്കുകയാണ് ഉണ്ടായത് എന്നതും ഒരു ചരിത്ര വസ്തുതയാണ്. നിങ്ങൾ പഠിച്ചു നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും എത്രത്തോളം ദൈവിക മതത്തിന്റെ സത്യം നമ്മുടെ ചുറ്റുപാടുമുള്ള മതസംവിധാനങ്ങളിലുണ്ട്. അത്രത്തോളം അതിലുണ്ട്. അതും മാത്രമേ നിലനിൽക്കുള്ളൂ. ആത്യന്തികമായിട്ട് കാര്യങ്ങള് അതിന്റെ രീതിയിലേക്ക് നീങ്ങുമ്പോ ആ സത്യമായത് എത്രത്തോളം ഓരോ മതത്തിലുണ്ട് അത് നിലനിൽക്കും. സത്യമല്ലാത്തതൊന്നും നിലനിൽക്കൂല. ക്രിസ്തു മതത്തിലും യഹൂദ മതത്തിലും ഒക്കെ ഒരുപാട് സത്യം അവശേഷിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഭാരതീയ മതത്തിലും ദൈവം എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, അത്രത്തോളം അത് നിലനിൽക്കും. പക്ഷെ എന്ത് തരം ദൈവം, ആ ദൈവത്തിന്റെ പ്രത്യേകത എന്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോ അത് മഹാ അബദ്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് നിലനിൽക്കൂല. സത്യം മാത്രമേ നിലനിൽക്കുള്ളൂ. അത് ഏത് മതത്തിന്റെ സംഗതി ആയാലും. അതുകൊണ്ട് ഇതില് അറബി മതത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നതിനൊന്നും പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ അതിർവരമ്പുകൾ തിരിച്ചിട്ട് ഇന്ന പ്രദേശത്തേക്കാണ് ഈ മതം, വേറൊരിടത്തേക്ക് പറ്റൂല എന്നുള്ള നിലക്ക് ആരെയും പഠിപ്പിച്ചു തന്നുണ്ടോ? അങ്ങനൊന്നുമില്ലല്ലോ. അതൊക്കെ ഇടുങ്ങിയ ദേശീയ സങ്കല്പങ്ങളിൽ നിന്ന് വരുന്നതാണ്. വളരെ വൃത്തികെട്ട ഒരു ചിന്തയാണ് അത്തരം ഇടുക്കമുള്ള അതിർവരമ്പുകളുടെ അടിസ്ഥാനത്തില് മനുഷ്യന്റെ ഭാഗതയത്തെ നോക്കിക്കാണുക എന്നുള്ളത്. എല്ലാവർക്കും പ്രയോജനപ്രദമാവണം. ഒരു തത്വം അല്ലെ ഒരു സത്യമാണ്
ഉയർത്തി കാണിക്കപ്പെടുന്നതെങ്കിൽ അത് ആഫ്രിക്കക്കാരനും ഏഷ്യക്കാരനും അമേരിക്കക്കാരനും ഓസ്ട്രേലിയക്കാരനും ഒക്കെ പ്രയോജനപ്പെടണം. ഇസ്ലാമിന്റെ വിജയം തന്നെ അതാണ്. അത് ലോകത്തുള്ള മുഴുവൻ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് അവരുടെ ചിന്താപരമായ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച വലിയ ദർശനമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നതാണ്. അത് ഏതെങ്കിലും ഒരു നാട്ടുകാർക്കോ ഒരു ഭൂപ്രദേശത്തുള്ളവർക്കോ ഉള്ള ഒരു സംഗതിയായിട്ടല്ല അവരാരും മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇടുങ്ങിയ മനസ്സുകൊണ്ട് ആലോചിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ്. എന്തിനാണ് ഈ അറബി മതത്തിലേക്ക് ആളെ കൂട്ടുന്നത്? അതൊന്ന് പറ. നിങ്ങൾ അങ്ങനെ കൂട്ടാറുണ്ടോ? ഭാരതീയ മതത്തിലേക്ക് ഇങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. സത്യമാണെങ്കിൽ അത് ഏത് നാട്ടിലുള്ള ആളുകൾക്കും ഉപകരിക്കണം. സത്യമല്ലെങ്കിൽ അറേബ്യയിലുള്ളവർക്ക് പോലും അതുകൊണ്ടൊരു ഗുണമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. മറ്റൊരു ചോദ്യം ചിന്മയ തന്നെ ഉന്നയിച്ചതാണ്. ഈ പറയുന്ന അള്ളാഹുവിന് പ്രപഞ്ചത്തിന്മേൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിൽ ലോക ജനതയെ ആകെ അവനെ വിശ്വസിക്കുന്നവരാക്കുക എന്ന് അള്ളാഹുവിന്റെ ആഗ്രഹത്തിന് വഴിപ്പെടുത്താമായിരുന്നല്ലോ. അത് നടക്കുന്നില്ല. എന്നിട്ട് ലോകമാസകലം ജിഹാദിന് വിശ്വാസികളെ പ്രേരിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ മുഴുവൻ മനുഷ്യരെയും ഒരേ ചിന്താധാരയിൽ കൊണ്ടുവരാനും അവരെയൊക്കെ അള്ളാഹുവിന് വഴിപ്പെട്ടവരായി മാറ്റാനും കഴിയുമായിരുന്നു. എന്നാൽ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു മനുഷ്യർക്ക് സ്വതന്ത്ര പ്രകൃതം നൽകിക്കൊണ്ട് താല്പര്യമുള്ളവര്, ഇഷ്ടമുള്ളവര്, ബോധ്യം വരുന്നവര് ആ വഴി സ്വീകരിക്കട്ടെ, അല്ലാത്തവര് അവരുടെ ധിക്കാരത്തിന്റെ വഴി സ്വീകരിച്ചു പോകട്ടെ എന്ന വിധത്തിലാണ് അള്ളാഹു കാര്യങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നടക്കുന്നില്ല എന്നല്ല, അങ്ങനെ നടക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് ഖുർആൻ പറയുന്ന കാര്യം. എന്നിട്ട് ലോകത്തുള്ള എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജിഹാദിന് ആഹ്വാനം ചെയ്ത് വിശ്വാസികളെ പ്രേരിപ്പിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം. അങ്ങനെ എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജിഹാദ് ചെയ്യാൻ അള്ളാഹു ആരോടും പറഞ്ഞിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് അതിനാഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കണം. മനുഷ്യരെ അടക്കി വാഴുന്ന ചക്രവർത്തിമാരും ഭരണാധിപന്മാരും ചില രാഷ്ട്രീയ വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. അവിടെ വ്യക്തി ജനിച്ചു വീണിട്ട് അയാൾക്കൊന്ന് ശ്വാസം അയച്ച് അയാൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വന്നതിന് ശേഷം ശരിയുടെ മാർഗം തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എവിടെയാണുള്ളത്? അങ്ങനെ സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്താൻ മുതിരുന്ന ഒരാള് അത്തരം ഭരണകൂടങ്ങളുമായിട്ട് സംഘടനത്തിലാവേണ്ടി വരുമല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യർ അവിടെ ഞെരിഞ്ഞു കഴിയേണ്ടി വരും. അതല്ല, അവർക്ക് വിശ്വാസത്തിന്റെ മാർഗം തെരഞ്ഞെടുക്കാൻ വേണമെങ്കിൽ അവരാഗ്രഹിക്കുന്നുവെങ്കിൽ ആ സത്യമാർഗം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു അവസ്ഥ നിലനിൽക്കണം. അതിനുവേണ്ടി ഇസ്ലാം നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അത്തരം അനിവാര്യതകളുടെ ഘട്ടത്തില് ഇസ്ലാം ഏറ്റുമുട്ടൽ വരെയുള്ള സംഗതികളൊക്കെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുമുണ്ട്. അല്ലാതെ ഒരാളെയും നിർബന്ധിച്ച് സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ പദ്ധതിയല്ല. അത് നിങ്ങളുടെ അധിക വായനയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.